കൂത്തല്ലാണ്, അയ്യപ്പങ്കാവിൽ വിളക്കല്ലാണ്. അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ്, പുലരുവാനേഴരരാവുള്ളപ്പോൾ ഞെട്ടിയുണരുന്നു ഉണ്ണിയാർച്ച. കാർകൂന്തൽ നന്നായി കുടഞ്ഞു കെട്ടി, ആടകൾ നന്നായി കുടഞ്ഞെടുത്തു. എവിടേക്ക് പോവാൻ ഒരുങ്ങിട്ട് ആർച്ച എത്ര പുലർച്ചയ്ക്ക്? അല്ലിമലർക്കാവിലെ വേല സ്വപ്നം കണ്ടു ഞാൻ. എനിക്കങ്ങോട്ട് പോണോ അച്ഛാ? പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ കൂത്തും വേലയും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. ആരെയും തുണ കൂട്ടാന്റെയോ? കുഞ്ഞിരാമേട്ടൻ വരും. കുഞ്ഞിരാമേട്ടനെയും കൂട്ടി പോവാം. വേണ്ട, പുതുശ്ശേരിയിലെ പയറ്റ് വിട്ട് വന്നാല് ഇവിടെയും പണിയില്ലേ അവനെ. നിന്റെ പിന്നാലെ കൂത്തിനും വേലയ്ക്ക് നടന്നാ മതിയോ? അല്ലിമലർക്കാവിലെ കൂത്ത് കാണാഞ്ഞിട്ട് അവൾക്ക്. ഞങ്ങളാരും പോണില്ലല്ലോ. വേണ്ട, പോണ്ട. പക്ഷെ പുത്തൂരം വീട്ടിൽ ഉണ്ണിയറച്ച പോവും. മംഗലം കഴിഞ്ഞ് ആറ്റുമണമേലേക്ക് വന്നു വെച്ച് ഇവിടെ തന്നെ അടച്ചുപൂട്ടിയിരിക്കണോ? നാഗപുരത്ത് കൂടിയാ പോവേണ്ടത്. ആൺതുണി ഉണ്ടെങ്കിൽ കൂടി പോവാൻ പറ്റാത്ത സ്ഥലം. അവൾക്ക് അറിവുണ്ടാവില്ല. എങ്ങനെയോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഇങ്ങനെ ധിക്കാരം പറയരുത്. ധിക്കാരല്ല കുഞ്ഞിരാമേട്ട, സത്യം. അടവും തൊഴിലും പഠിച്ചതിന്റെ അഹങ്കാരം നിനക്ക്. കുഞ്ഞിരാമേട്ട, 500 300 വന്നാലും പതറാത്ത നിങ്ങള് ഇപ്പൊ ഇങ്ങനെ മൊഴിയണതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. 18 കളരി കാശാനായ കുഞ്ഞിരാമേട്ടൻ സ്വന്തം ഭാര്യയ്ക്ക് കൂട്ടുപോരാൻ ഭയക്കണമെന്നോ? ഭയമില്ല എനിക്ക്. പറഞ്ഞനുസരിക്കാത്ത നിന്റെ ഈ സ്വഭാവത്തെ ഞാൻ എതിർക്കുന്നത്. പുത്തൂരം വീട്ടിലേന്നല്ല, ഒരു വീട്ടിലെയും പെണ്ണിന് ചേർന്നതല്ല ഇത്. അല്ലിമലർക്കാവിലും അഞ്ചനക്കാവിലും പോവാൻ ഞാൻ തീരുമാനിച്ചു. കുഞ്ഞിരാമേട്ടൻ വന്നില്ലെങ്കിൽ തനിച്ചു പോവും ഞാൻ. തനിച്ചു പോവാൻ തീരുമാനിച്ചോ? നീ തീരുമാനിച്ചു. എന്നാല് നിനക്കറിയാത്ത ഒരു കാര്യം കേട്ടോ. നാഗപുരത്തെ വളർക്കോട്ടങ്ങാടിയിൽ കൂടിയാണ് നിനക്ക് പോകേണ്ടത്. കൂളന്മാരുടെ പുളപ്പുള്ള അങ്ങാടി. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ആ കൂളന്മാർ പട്ടുടുത്ത് നടക്കുന്ന പെണ്ണിന്റെ പട്ടും പണ്ടങ്ങളും അഴിച്ചു പിടിച്ചുകൊണ്ട് പോകും. അറിയില്ല നിനക്ക് അവരെ? നിന്നെ പേടിപ്പിക്കാൻ പറയാണോ? ഈ മൊഴിയിലൊന്നും പേടിക്കണവളല്ല ആർച്ച. ആർച്ചേ, പേടിപ്പിക്കാൻ പറഞ്ഞല്ല, സത്യം പറഞ്ഞാണ്. സത്യം? എന്തൊരു ചെടിപ്പിക്കണ സത്യം! എന്നാ എനിക്ക് കാണേണ്ടത് അല്ലിമലർക്കാവിലെ കൂത്തല്ല, അയ്യപ്പൻകാവിലെ വിളക്കല്ല, അഞ്ചനക്കാവിലെ വേലപൂരമല്ല, വളർകോട്ടങ്ങാടിയിലെ കൂളന്മാരുടെ കൂത്താണ്. പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യാത്ത നാടത്രേ. അങ്ങനെ ഒരു നാടുണ്ടോ മലയാളത്തില്? എന്നിട്ടെന്തേ ആണായി പിറന്നവരൊന്നും അതിനെതിരെ നിന്നില്ല? എന്നിട്ടെന്തേ അമ്മ പെങ്ങന്മാരുള്ളവരൊന്നും അതിന് ഉചിതം ചോദിച്ചില്ല? എന്നിട്ടെന്തേ ഇവിടുത്തെ നാടുവാഴിയും തമ്പുരാക്കന്മാരും അവരെ നിലയ്ക്ക് നിർത്തിയില്ല? കുഞ്ഞിരാമേട്ട, പെണ്ണുങ്ങൾക്ക് മാനാഭിമാനത്തോടെ വഴി നടക്കാൻ പറ്റാത്ത ഒരു നാട് ഇവിടെ ഉണ്ടെങ്കില് ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അതില്ലാതാക്കും ഞാൻ. പുത്തൂരം വീട്ടിലെ ഉണ്ണിയർച്ചയാണ് മൊഴിയണത്. കണ്ടോടാ, ഒരു പെണ്ണ് രാജാത്തി പോലെയല്ലേ വരണ കുതിരപ്പുറത്ത്. ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാന്ന് തോന്നണേ. അല്ലെങ്കിൽ നാഗപുരത്ത് കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ. എന്ത് ധൈര്യം? നമ്മൾ 5-8 പേരുടെ മുമ്പിൽ ഒരു പെണ്ണിന് എന്ത് ധൈര്യടോ? നമ്മുടെ മൂപ്പന് ചേർന്ന പെണ്ണ് മൊഞ്ചത്തിയ. നീ ഏത് പെണ്ണേ? നാഗപുരത്ത് കൂടെ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമുള്ള പെണ്ണ്? വഴിമാറൻ, ഞാൻ പോട്ടെ. എവിടേക്ക് പോവാൻ? ഞങ്ങളുടെ അവിടേക്ക് അല്ലാണ്ട്. ഇറങ്ങണി പെണ്ണേ, ഞങ്ങളുടെ സ്വഭാവം നിനക്ക് അറിയില്ല. ഞങ്ങളുടെ മൂപ്പന് ചേരണ പെണ്ണാണ് നീ. കൂടെ പോരെ? ഇറങ്ങ.
നാഗപുരത്തങ്ങാടിയിലെ ഈ മൂപ്പന്റെ ആൾക്കാരെ എതിർക്കാൻ ഒരു പെണ്ണോ? അതെ, പെണ്ണ് തന്നെ. എന്തേ? നീ ആരാടാ ഇപ്പോഴത്തെ ഭാഗം? മാറിയുള്ള നമുക്കളെ എല്ലാത്തിനും അടി വെട്ടും ഞാൻ. പുത്തൂരം ആരോമൽ ചേകവരുടെ നേർ പെങ്ങളാണ് ഞാനെങ്കില് ഈ നാഗപുരത്തങ്ങാടി ഇന്ന് പൊടി തെളിക്കും ഞാൻ. വരും കയ്യന്മാരെ, ഉണ്ണിയാർച്ചയുടെ ഉറുമയുടെ ചൂടറിയാൻ ഇനി ആരെങ്കിലും കൊതിക്കണമെങ്കില് വരും.